അപ്പോൾ അഭിപ്രായങ്ങൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ഇപ്പം ഞാനങ്ങനെ പറയാൻ പാടില്ല എങ്കിൽ പോലും പാപ്പൻ ഇങ്ങനെ സംസാരിക്കാൻ പറ്റൂ. പാപ്പൻ ചെന്ന് പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ആ അവസ്ഥയുടെ സാഹചര്യം പരിഗണിച്ച് കൃത്യമായിട്ടാണ് പാപ്പൻ അതിൽ എബ്രഹാം മാത്യു മാത്തനായിട്ട് നിർവഹണം നടത്തിയിട്ടുള്ളത്. അതല്ലാതെ കമ്മീഷണറിനെ പോലെ 2 തട്ടൂടെ തട്ടണമായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കതിന് വേറെ കമ്മീഷണർ ചെയ്യാം എന്നേ പറയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതിനോട് ഒരു വിയോജിപ്പും കൂടെ കുറിക്കാനുള്ളത്, ഇതിങ്ങനെ അങ്ങോട്ട് ചെയ്താൽ ഒരു 50% ആൾക്കാർ പറയും ഇയാൾ ഇതേ ചെയ്യത്തുള്ളൂ, ഇയാൾക്ക് മര്യാദയ്ക്ക് ഒരു കഥാപാത്രം ചെയ്യും, ഇയാൾക്ക് പാപ്പനായ പോരെ ഉടനെ ഭരചന്ദ്രനാവുന്ന എന്ന് ചോദിക്കുന്നവർ നമുക്ക് എല്ലാവരെയും സൂചിപ്പിക്കാനൊക്കത്തില്ല അല്ലേ? നമസ്കാരം. ശശികാന്ത്, കോട്ടയാണ് സ്ഥലം. ഞാൻ കമ്മീഷണർ പോലെ സുരേഷേട്ടൻ്റെ വലിയൊരു ആരാധകനാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കമ്മീഷണർ കാണുന്നത്. പക്ഷെ ഇപ്പോഴും ആ ഒരു സ്റ്റാർ എന്ന് പറയുമ്പോൾ സുരേഷേട്ടൻ തന്നെയാണ് എപ്പോഴും മനസ്സിലുള്ളത്. എൻ്റെ അച്ഛനാണെങ്കിൽ കാഴ്ചയില്ലാത്ത ആളാണ്. പക്ഷെ എന്നാലും കോടീശ്വരൻ വന്നപ്പോൾ അച്ഛനും വളരെയധികം ഇഷ്ടമുണ്ട് സാർ സുരേഷേട്ടനെ ഒന്ന് കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇത്ര സ്റ്റാറുകൾക്കില്ലാത്ത ഒരു ലവബിളായിട്ടുള്ള ഒരു സ്വീകാര്യത അതെങ്ങനെയാണ് സുരേഷേട്ട കാത്തു സൂക്ഷിക്കുന്നത്? എനിക്കറിയത്തില്ല. എന്നെ ശരിയായി കൃത്യമായി മനസ്സിലാക്കിയ ആൾക്കാരുടെ എണ്ണം മറ്റ് പലരെയും ഭീതിപ്പെടുത്തുന്ന തരത്തിൽ വളരെ വലുതാണ്. അവരുടെ പ്രാർത്ഥന കൂടിയാണ് എൻ്റെ വിജയം. ഞാൻ പറയുന്ന ഈ ഭീതിപ്പെടേണ്ട ആൾക്കാരുണ്ടല്ലോ, അവരുടെയൊക്കെ നടുവൊടിക്കുന്ന തരത്തിൽ അവർ പ്രാർത്ഥിച്ചു കളഞ്ഞു. അതാണ് എനിക്ക് വിജയമായിട്ട് ഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെയാണ്, എനിക്കിങ്ങനെ സംസാരിക്കാനും എനിക്കിങ്ങനെ പെരുമാറി ജീവിക്കാനും നടക്കാനാണ് എനിക്കിഷ്ടം. ഒറ്റക്കൊമ്പനാവാൻ എനിക്കിഷ്ടമേ അല്ല, ചീറ്റപ്പുലി ആവാനും എനിക്കിഷ്ടമേ അല്ല. പക്ഷെ ചില അത് അവരുടെ അന്ത്യത്തിനാണ്. ഞാൻ അതിൽ നിന്നൊന്നും എനിക്ക് പിന്നോട്ട് പോകാൻ ഒക്കത്തില്ല. അവരും കൂടി മനസ്സിലാക്കൂ. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ കൂടി മനസ്സിലാക്കൂ. ഞാൻ ഒരാൾക്കും ദ്രോഹം ചെയ്തിട്ടില്ല, ഒരാൾക്കും ദ്രോഹം ചെയ്യുകയുമില്ല. ഈ കൈകൾ ശുദ്ധമാണെന്ന് ഞാൻ ഇങ്ങനെ പറയില്ല, ഈ ഹൃദയം ശുദ്ധമാണ്. ഒരാളെയും ദ്രോഹിച്ചിട്ടില്ല, ഒരാളെയും ദ്രോഹിക്കുകയുമില്ല. ഇത്രയും ചങ്കൂറ്റത്തോടെ ആരൊക്കെ പറയുന്നു, നിങ്ങൾ അവരുടെ ചരിത്രം കൂടി അവരുടെ മുന്നിൽ വെച്ച് അവരെ കൊണ്ട് പറയിക്കാൻ ശ്രമിക്കും. So that's him, so genuine,